വാഹനപ്രേമികളെ ഞെട്ടിച്ചുകൊണ്ട് റെനോയും നിസാനും വേർപിരിയുന്നു. ഈ ബ്രേക്കപ്പിന് പിന്നിൽ ഹോണ്ടയാണെന്നാണ് പിന്നാമ്പുറ സംസാരം. എന്തായാലും റെനോ നിസാൻ ഓട്ടോമോട്ടീവ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും നിസാന്റെ ശേഷിക്കുന്ന 51% ഓഹരികൾ വാങ്ങാൻ റെനോ ഗ്രൂപ്പിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അനുമതി ലഭിച്ചു കഴിഞ്ഞു. വേർപിരിഞ്ഞാലും കമ്പനിയുടെ ചെന്നൈ പ്ലാന്റ് രണ്ട് ബ്രാൻഡുകളുടെയും വാഹനങ്ങൾ തുടർന്നും നിർമ്മിക്കും എന്നാണ് വിവരം. പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നാലും വരും വർഷങ്ങളിൽ ഇന്ത്യൻ വിപണിയിലും കയറ്റുമതിയിലും റെനോ നിസാൻ ഓട്ടോമോട്ടീവ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിക്കുമെന്ന് റെനോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം റെനോയുടെയും നിസാന്റെയും മറ്റൊരു സംയുക്ത കമ്പനിയായ റെനോ നിസാൻ ടെക്നോളജി ആൻഡ് ബിസിനസ് സെന്റർ ഇന്ത്യ മുൻകാലങ്ങളിലെ പോലെ തന്നെ പ്രവർത്തിക്കും. റെനോ നിസാൻ വേർപിരിയലിൽ ഹോണ്ടയ്ക്ക് എന്ത് പങ്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. മാസങ്ങൾക്ക് മുന്നേ ഓട്ടോമൊബൈൽ മേഖല ആഘോഷിച്ച വാർത്തയായിരുന്നു ഹോണ്ട നിസാൻ ലയനം. അത് സംഭവിച്ചാൽ ആഗോള വാഹന വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ കമ്പനികൾ ഒന്നിന് അടിത്തറ പാകുമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കവേ റെനോയെ ഒഴിവാക്കി വന്നാൽ മാത്രമേ നിസാനെ കൂടെ കൂട്ടൂ എന്നൊരു ഡിമാൻഡ് ഹോണ്ട മുന്നോട്ട് വെച്ചു. നിസാന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ റെനോയെ വാങ്ങാൻ യാതൊരു സാധ്യതയുമില്ല. ഈ അവസരത്തിലാണ് റെനോ മുൻകൈയെടുത്ത് ഒരു വേർപിരിയൽ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. നിസാന്റെ 51% ഓഹരികൾ റെനോയുടെ കയ്യിലെത്തുന്നതോടെ റെനോയുടെ കൂട്ടുകെട്ടിൽ നിന്നും നിസാൻ പുറത്തു വരികയും അവർക്കൊപ്പം ചേർന്ന് വാഹന വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന ഹോണ്ടയുടെ സ്വപ്നം സഫലമാവുമെന്നുമാണ് ഓട്ടോമൊബൈൽ മേഖലയിലെ സംസാരം. എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന പോലെയായി കാര്യങ്ങൾ. അങ്ങനെ ഹോണ്ട ആഗ്രഹിച്ചതുപോലെ റെനോയും നിസാനും വേർപിരിയുകയാണ്. പുതിയ കൂട്ടുകെട്ടുകൾ വാഹന വിപണിയിൽ എന്ത് അത്ഭുതങ്ങൾ കാണിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.